അയോധ്യ രാമക്ഷേത്രത്തിലേക്ക് ഭക്തർ നൽകുന്ന സംഭാവനകളിൽ വൻതോതിൽ ക്രമക്കേടുകൾ നടന്നതായി കണ്ടെത്തിയതിനെ തുടർന്ന് ഉത്തർപ്രദേശ് സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കുകയും കേസെടുക്കുകയും ചെയ്തിരുന്നു. ഈ SITയും കേസട്ടിമറിക്കാൻ കൂട്ടുനിൽക്കുകയാണോ എന്ന് സംശയിക്കുന്നതിൽ തെറ്റു പറയാൻ സാധിക്കില്ല. അയോധ്യ രാമക്ഷേത്രത്തിലെ കാണിക്കപ്പണം മോഷ്ടിച്ച കേസിൽ സ്വതന്ത്രവും സമഗ്രവുമായ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ഞായറാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചിരിക്കുകയാണ്. കഠിനാധ്വാനത്തിലൂടെയുള്ള പണം വിശ്വാസത്തോടെയും ഭക്തിയോടെയും സംഭാവന നൽകിയ ലക്ഷക്കണക്കിന് ഭക്തർ ഈ കാണിക്ക മോഷ്ടിക്കലിലൂടെ വഞ്ചിക്കപ്പെട്ടുവെന്ന് കോൺഗ്രസ് കത്തിൽ വ്യക്തമാക്കുന്നു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ആരംഭിക്കുമ്പോൾ അയോധ്യ ക്ഷേത്രക്കൊള്ള മോദിയുടെ ഉറക്കം കെടുത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ക്ഷേത്രത്തിന്റെ ഫണ്ട് കൈകാര്യം ചെയ്യുന്നതിൽ പൂർണ്ണമായ സുതാര്യത വേണമെന്നും അവർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. വിഷയത്തിൽ പ്രധാനമന്ത്രി പുലർത്തുന്ന മൗനം അംഗീകരിക്കാൻ കഴിയാത്തതാണെന്ന് കത്തിൽ ഇരുവരും വ്യക്തമാക്കിയിട്ടുണ്ട്. കത്തിന്റെ പകർപ്പ് ഖാർഗെ എക്സിൽ പങ്കുവച്ചു. ജൂൺ ആദ്യവാരമാണ് ക്ഷേത്രത്തിലേക്കുള്ള സംഭാവന മോഷ്ടിച്ച വിവാദം പുറത്തുവന്നത്. 8 പേർ അറസ്റ്റിലാവുകയും ക്ഷേത്ര ട്രസ്റ്റിന്റെ 2 മുതിർന്ന ഭാരവാഹികൾ രാജിവെക്കുകയും ചെയ്തിരുന്നു. ജൂൺ 25-ന് ട്രസ്റ്റ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് പ്രധാനമന്ത്രി മോദിയാണ് പാർലമെന്റിൽ ട്രസ്റ്റ് രൂപീകരണം പ്രഖ്യാപിച്ചതെന്നും അതിലെ അംഗങ്ങളെ കേന്ദ്ര സർക്കാരാണ് നിയമിച്ചതെന്നും രാഹുൽ ഗാന്ധിയും ഖാർഗെയും പറയുന്നു. ട്രസ്റ്റിലെ അംഗങ്ങൾക്ക് RSS, VHP തുടങ്ങിയ സംഘടനകളുമായി ബന്ധമുള്ളതായി പരസ്യമായി അറിയാവുന്ന കാര്യമാണെന്നും രാഹുൽ ഗാന്ധി കത്തിൽ ചൂണ്ടിക്കാട്ടി. ഈ കത്ത് പാർലമെന്റിൽ വായിക്കുകയും അതുവഴി BJPയെ ഒന്നാകെ കേസിൽപ്പെടുത്തുവാനും രാഹുൽ ഗാന്ധിക്ക് സാധിക്കുന്നുണ്ട്. ട്രസ്റ്റിന്റെ മുൻ ജനറൽ സെക്രട്ടറി പ്രധാനമന്ത്രിയുടെ അടുത്ത അനുയായിയാണെന്നും അവർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇത്തരമൊരു കുറ്റകൃത്യത്തിന്റെ ഉത്തരവാദിത്വവും നഷ്ടപരിഹാരവും ഉറപ്പാക്കേണ്ടത് സർക്കാരിന്റെ കടമയാണ്. പണം, സ്വർണം, വെള്ളി എന്നിവയുൾപ്പെടെ എല്ലാ സംഭാവനകളും കൈകാര്യം ചെയ്തത് ഉൾപ്പെടെ ട്രസ്റ്റിന്റെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് അടിയന്തരമായി അന്വേഷിക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. സ്ഥാനമോ സ്വാധീനമോ നോക്കാതെ ഇതിന് ഉത്തരവാദികളായ എല്ലാവരെയും നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണം. നിങ്ങളുടെ സർക്കാരിന്റെയും ട്രസ്റ്റിന്റെയും വിശ്വാസ്യത എന്നത് നിങ്ങൾ എത്രത്തോളം സുതാര്യമായും വേഗത്തിലും നടപടിയെടുക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നുവെന്നും മോദിയെ കത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നുണ്ട് കോൺഗ്രസ് നേതാക്കൾ. ഇന്ത്യയിലെ ജനങ്ങൾ ഇത് കാണുന്നുണ്ട്. ജയ് ഹിന്ദ് ഈ 2 വാചകങ്ങളോട് ചേർത്തിട്ടാണ് കത്ത് അവസാനിപ്പിക്കുന്നത്. ക്ഷേത്രത്തിലെ സംഭാവന പെട്ടികളിൽ നിന്ന് പണം മോഷ്ടിച്ചും വ്യാജ സംഭാവന രസീതുകൾ ഉപയോഗിച്ച് ഭക്തരിൽ നിന്ന് പണം പിരിച്ചെടുത്തും പ്രതികൾ തട്ടിപ്പ് നടത്തിയതായി അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ട രീതിയിലാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു വ്യാജ രസീതുകൾ ഉപയോഗിച്ചുള്ള പണപ്പിരിവ് നടന്നിരിക്കുന്നത്. ക്ഷേത്രത്തിലെ ഒരു ശുചിമുറിയിൽ നിന്ന് അപ്രതീക്ഷിതമായി 40,000 രൂപ കണ്ടെത്തിയതാണ് അന്വേഷണത്തിന് വഴിത്തിരിവായത്. ഇത് ക്ഷേത്രത്തിലെ പണം കൈകാര്യം ചെയ്യുന്ന സംവിധാനത്തിൽ തട്ടിപ്പ് നടക്കുന്നുണ്ടെന്ന സംശയത്തിന് കാരണമാവുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ വൻ തുകകൾ ഇവർ തട്ടിയെടുത്തതായി കണ്ടെത്തി. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ 8 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രതികളിൽ നിന്ന് ഏകദേശം 80 ലക്ഷം രൂപയോളം പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. പ്രതികൾ ഈ പണം ഉപയോഗിച്ച് ആഡംബര വാഹനങ്ങളും സ്വർണ്ണാഭരണങ്ങളും വാങ്ങിയതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ക്ഷേത്രത്തിലെ പണമെണ്ണുന്ന ചുമതലയുള്ളവരും ട്രസ്റ്റുമായി ബന്ധപ്പെട്ടവരും അടക്കമുള്ളവരാണ് അന്വേഷണ പരിധിയിലുള്ളത്. നിലവിൽ ലക്നൌ ഡിവിഷണൽ കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. അന്വേഷണത്തിന്റെ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള നടപടികളിലേക്ക് കടന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ വിഷയത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ശക്തമായ വിമർശനങ്ങളുമായി നേരത്തെ രംഗത്തെത്തിയിരുന്നു. രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപ പിരിച്ചെടുത്തതിലും അതിന്റെ വിനിയോഗത്തിലും സുതാര്യതയില്ലെന്നും വൻതോതിൽ സാമ്പത്തിക തട്ടിപ്പുകൾ നടന്നിട്ടുണ്ടെന്നും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ ആരോപിച്ചിരുന്നു. ഇത് വ്യക്തമാക്കിയുള്ള കത്തുകൾ മോദിക്ക് അയക്കുന്നത് വഴി പാർലമെന്റിന്റെ രേഖകളിൽ കൂടി അയോധ്യ ക്ഷേത്ര തട്ടിപ്പും BJPയുടെ പിടിവാശിയും ഇടം പിടിക്കും.